LDFിനും UDFിനും ഏറെ നിർണായകമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. LDFിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഒരു ജീവൻ മരണ പോരാട്ടമാണ്. എങ്കിൽ അതേസമയം തന്നെ UDFിനെ സംബന്ധിച്ചിടത്തോളം നേടിയെടുത്ത അധികാരങ്ങളെല്ലാം തന്നെ ഊട്ടിയുറപ്പിക്കുക എന്ന് പറയുന്ന ബൃഹത്തായ ഒരു ലക്ഷ്യവും കൂടിയുണ്ട്. UDF LDFിനെതിരെ പ്രയോഗിക്കുന്ന ശക്തമായ ഒരു ആയുധം എന്ന് പറയുന്നത് അത് സാമ്പത്തിക പ്രതിസന്ധിയാണ്. കേരളം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് യഥാർത്ഥത്തിൽ UDFിന്റെ കയ്യിലുള്ള ആയുധം എന്ന് പറയുന്നത്. ആ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രം മാത്രമല്ല, കേരളത്തിന്റെ ദൂർത്ത് ആണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ UDF മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ വാദം എന്ന് പറയുന്നത്. അതായത് കേരളീയമാണെങ്കിലും നവകേരള സദസ് യാത്രയാണെങ്കിലും ഇനി കേരളം അനാവശ്യമായി ചെലവഴിക്കുന്ന എല്ലാ തുകയും അല്ലെങ്കിൽ ആ വിവരണങ്ങളെല്ലാം തന്നെ പുറത്തുവിട്ടുകൊണ്ടാണ് UDFിന്റെ പ്രചരണമെല്ലാം തന്നെ കൊടുക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് മാതൃഭൂമി പത്രത്തിൽ ഒരു വാർത്ത വരുന്നത്. ഈ വാർത്ത പ്രകാരം കഴിഞ്ഞ 4 വർഷത്തിനിടെ ഡൽഹിയിലേക്ക് കേരളം അയച്ച പ്രത്യേക പ്രതിനിധികൾക്കായിട്ട് ചെലവാക്കിയ തുക എന്ന് പറയുന്നത് 77 ലക്ഷം രൂപയാണ് എന്നുള്ളൊരു വാർത്തയാണ് മാതൃഭൂമി പത്രത്തിൽ ഇന്ന് വന്നിരിക്കുന്നത്. സമ്പത്തിനെയും KV തോമസിനെയും പ്രത്യേക പ്രതിനിധികളായി ഡൽഹിയിൽ നിയമിച്ചതിനെ തുടർന്ന് 4 വർഷം കൊണ്ട് സംസ്ഥാന സർക്കാരിന് ചെലവായത് 77 ലക്ഷം എന്നാണ് ഇപ്പോൾ പുറത്തുവിടുന്ന റിപ്പോർട്ട്. വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് യൂത്ത് കോൺഗ്രസ് ദേശീയ കോർഡിനേറ്റർ വിനീത് തോമസിന് ഡൽഹി കേരള ഹൌസിലെ റെസിഡന്റ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്ന് നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാകുന്നത്. കേന്ദ്ര സഹായങ്ങൾ നേടിയെടുക്കാൻ കേരള സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി ഡൽഹിയിലെത്തിച്ച സമ്പത്ത്, കേരള സർക്കാരിന്റെ ഓഫീസർ നോൺ സ്പെഷ്യൽ ഡ്യൂട്ടി ചുമതല വഹിച്ചിരുന്ന വേണു രാജാമണി, ഇപ്പോഴത്തെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായ KV തോമസ് എന്നിവരുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കാണ് ഈ മറുപടി ലഭിച്ചിരിക്കുന്നത്. ഈ നിയമനങ്ങളെ തുടർന്ന് സംസ്ഥാന സർക്കാരിനുണ്ടായ സാമ്പത്തിക നേട്ടങ്ങൾ എന്തെല്ലാം എന്ന ചോദ്യത്തിനും ലഭ്യമല്ല എന്നായിരുന്നു കേരള ഹൗസിന്റെ മറുപടി എന്ന് പറയുന്നത്. സംസ്ഥാനത്തിന് അർഹമായ സാമ്പത്തിക സഹായം ഇവർ വഴി ലഭിച്ചോ, അതിന്റെ രേഖകൾ ഓഫീസിലുണ്ടോ എന്ന ചോദ്യത്തിനും ലഭ്യമല്ല എന്ന മറുപടി ആവർത്തിക്കുകയാണ്. ഇനി അതേസമയം തന്നെ കേരള സർക്കാർ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് മുന്നിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിരോധം തീർത്തിട്ടുണ്ടായിരുന്നു. അതായത് UDF എപ്പോഴും കേരളം ദൂർത്ത് കാണിക്കുകയാണ്. ആ സാമ്പത്തിക പ്രതിസന്ധി ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് വന്നിരുന്ന സാഹചര്യത്തിലെല്ലാം തന്നെ കേരളം ഒരു വലിയ പ്രതിരോധം തീർത്തിട്ടുണ്ടായിരുന്നു. ആ പ്രതിരോധത്തിന്റെ ഭാഗമായി ഡൽഹിയിൽ ഒരു പ്രതിഷേധവും സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രതിഷേധത്തിൽ ഇന്ത്യയിലെ നാനാദേശത്തു നിന്നുള്ള എല്ലാ നേതാക്കന്മാരും പാർട്ടിയും എല്ലാം തന്നെ LDFിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ആ ഒരു പ്രതിഷേധം വലിയ തരത്തിലുള്ള ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന കണക്കനുസരിച്ച് 1.37 ലക്ഷം രൂപ ചെലവായി എന്നുള്ളൊരു കണക്ക് കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് കേരളം എപ്പോഴും സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തീരുമാനമെടുക്കുന്ന സാഹചര്യത്തിലും അതും വലിയ തരത്തിലുള്ള സാമ്പത്തിക വീഴ്ചയുണ്ടാക്കുന്നുണ്ട് എന്ന് കാണിക്കുന്ന ചില റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുപോലെ ഒരുപക്ഷെ 1.37 ലക്ഷം എന്നെല്ലാം പറഞ്ഞ സാഹചര്യത്തിൽ തീർത്തും തുച്ഛമായ തുകയാണ് എന്നെല്ലാം തന്നെ LDFിനെ ആരോപിക്കാമെങ്കിലും തീർത്തും നിസ്സാരമായ 1600 രൂപയുടെ പെൻഷൻ പോലും മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും കഴിയാത്ത സാഹചര്യം KSEBിയിലും സപ്ലൈകോയിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സാധാരണക്കാർ ആശ്രയിക്കുന്ന സപ്ലൈകോയിൽ സാധനങ്ങൾ 5 ഇന സാധനങ്ങളിൽ കൊണ്ട് മാത്രം 13 ഇനങ്ങളിൽ കേവലം 5 ഇനങ്ങൾ കൊണ്ട് ക്രിസ്മസ് ചന്ത പോലും നടത്തേണ്ട സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. ആ 5 ഇനങ്ങളിൽ 5 ഇനങ്ങൾ പോലും തികയാത്ത അവസ്ഥയുണ്ടായി എന്നുള്ളതാണ്. മാത്രമല്ല ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ വാഹനങ്ങളിൽ പെട്രോൾ അടിക്കാൻ പോലും ഇല്ലാത്ത പൈസ, അല്ലെങ്കിൽ പെട്രോൾ അടിക്കാൻ പോലും ഉള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത അവസ്ഥയുണ്ടായി എന്നുള്ളതാണ്. മാത്രമല്ല കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതി പോലും തകരാറിലായ അല്ലെങ്കിൽ അവതാളത്തിലായ അവസ്ഥയെല്ലാം തന്നെ കേരളം നേരിട്ട് കണ്ടതാണ്. ആ സാഹചര്യത്തിൽ 1.37 ലക്ഷം രൂപ എന്നെല്ലാം പറയുന്നത് അതത്ര നിസ്സാരമായി തന്നെ തള്ളിക്കളയാനാകില്ല എന്നുള്ളത് തന്നെയാണ് UDFിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ അത്തരം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉയർന്നു വരുന്ന വിമർശനം എന്ന് പറയുന്നത്. ഇനി കണക്കുകൾ കൃത്യമായി പരിശോധിക്കുകയാണെങ്കിൽ സമ്പത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് 2019 ഓഗസ്റ്റ് മുതൽ 2021 ഫെബ്രുവരി വരെ ചെലവായ തുക എന്ന് പറയുന്നത്, അതിൽ ആകെ വരുന്നത് വേതനവും ആനുകൂല്യങ്ങളും അടക്കം വരുന്നത് 14,20,994 രൂപയാണ്. അതിൽ പേഴ്സണൽ സ്റ്റാഫിന്റെ വേതനം എന്ന് പറയുന്നത് 23,03,497 രൂപയാണ്. യാത്രാഭത്ത എന്ന് പറയുന്നത് 8,51,952 രൂപയാണ്. ഓഫീസ് ചെലവുകൾ 99,142 രൂപയാണ്. വാഹന ചെലവ് 1,65,422 രൂപയാണ്. ഇനി KV തോമസിന്റെ പ്രവർത്തനങ്ങൾക്ക് 2023 ജനുവരി മുതൽ 2024 ജനുവരി വരെ ചെലവായ തുക എന്ന് പറയുന്നത് പ്രത്യേക പ്രതിനിധിയുടെ ഓണറേറിയം എന്ന നിലയിൽ 12,38,710 രൂപയാണ്. പേഴ്സണൽ സ്റ്റാഫിന്റെ വേതനം എന്ന് പറയുന്നത് 14,47,724 രൂപയാണ്. വിമാനയാത്രാക്കൂലി എന്ന് പറയുന്നത് 1,49,350 രൂപയാണ്. വാഹന ഇന്ധനം എന്ന് പറയുന്നത് 51,775 രൂപയാണ്. അതായത് തുടർച്ചയായ 4 വർഷങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിന് ഡൽഹിയിലേക്ക് അയച്ച പ്രത്യേക പ്രതിനിധികൾക്കായി കേരളം ചെലവാക്കിയിട്ടുള്ളത് കൃത്യമായി പറയുകയാണെങ്കിൽ 77 ലക്ഷം രൂപയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്
ഈ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ UDF ശക്തമായൊരു ആയുധമാക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് UDF പലപ്പോഴായിട്ട് ആവർത്തിക്കുന്നുണ്ട്. കേരളത്തിന്റെ ദൂർത്ത് തന്നെയാണ് ഇത്ര വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന്. പക്ഷെ പലപ്പോഴും കേരളത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ അത് കേന്ദ്രത്തിന് മേൽ കെട്ടിവെക്കാനുള്ള പല നീക്കങ്ങളും ഉണ്ടായിരുന്നു. കേന്ദ്രം തങ്ങൾക്ക് അവകാശപ്പെട്ട പണമെല്ലാം തന്നെ പിടിച്ചുവെക്കുകയാണ് എന്നുള്ള ചില വാദങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സാഹചര്യത്തിലും കേന്ദ്രം പലപ്പോഴും ചില തുകകളെല്ലാം തന്നെ അനുവദിക്കുന്ന സാഹചര്യത്തിൽ അപ്പോഴും ശമ്പളം വൈകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ ദിവസം സർക്കാർ ജീവനക്കാരുടെ ശമ്പളം എല്ലാം തന്നെ വൈകിയത് വലിയ തരത്തിൽ ചർച്ചയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF ആരോപിക്കുന്നത് പോലെ ഒരു ഭരണവിരുദ്ധ വികാരത്തിന് സാധ്യത ഏറി വരികയാണ്. സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് വലിയ ഒരു ചോദ്യചിഹ്നമായി തന്നെ ഇപ്പോഴും LDF സർക്കാരിന്റെ തലയ്ക്ക് മുകളിൽ തന്നെ നിൽക്കുകയാണ്.